കാസർഗോഡ് വെച്ച് നടന്ന ഹനാൻ ഷായുടെ സംഗീത പരിപാടിയിൽ തിക്കിലും തിരക്കിലും പെട്ട് ഏകദേശം 20-ലധികം പേരാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത്. എന്താണ് നമ്മുടെ മലയാളികൾക്ക് പറ്റിയത്? ബാംഗ്ലൂരിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ ഇത്തരത്തിലെ അപകടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് മലയാളികളുടെ കമന്റ്സ് കണ്ടിരുന്നു, ഇവർക്കൊന്നും ഇതുവരെ വിവരം വെച്ചിട്ടില്ല എന്നുള്ളത്. എന്നാൽ വിവരവും വിദ്യാഭ്യാസവും കൂടിയ കേരളത്തിലാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇന്നലെ നടന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രൗഡ് ആയിട്ടുള്ള ഏരിയകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ പരമാവധി നിങ്ങളുടെ വീട്ടിലെ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വീട്ടിൽ നിർത്തി പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വയസ്സായ ആളുകളെ ഇതിലേക്ക് ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് വലിച്ചു കൊണ്ടാവാതിരിക്കുക. അതുകൂടാതെ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് പോകുമ്പോൾ പരമാവധി ലൂസ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളുടെ കയ്യിൽ, ഒരു കുപ്പി വെള്ളം നിങ്ങളുടെ കയ്യിൽ വെക്കുക. കാരണം ഇത്തരത്തിലുള്ള ക്രൗഡ് ആയിട്ട് വരുന്ന സമയത്ത് അവിടെ എയറിന്റെ, അതായത് നമുക്ക് ശ്വസിക്കാനുള്ള വായുവിന്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് പരമാവധി നിങ്ങൾക്ക് എവിടെയാണ് വായു കിട്ടുന്നത് ആ ഏരിയയിലേക്ക് നിങ്ങളുടെ ഫീസ് മാറ്റി വെക്കാൻ ശ്രമിക്കുക. പിന്നെ കൂടുതലായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ബോഡിയിലേക്ക് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ അവിടുന്ന് പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് ആ ഭാഗത്ത് നിന്ന് രക്ഷപ്പെടുക. പിന്നെ ചാടി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ചെരുപ്പൊക്കെ നോക്കാൻ നിന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെ ഈ ക്രൗഡിന്റെ ഇടയിൽ നിങ്ങൾ വീണ് പോയാൽ പിന്നെ ഒരിക്കലും നമുക്ക് അവിടുന്ന് എണീച്ച് വരാനോ കഴിയില്ല. കാരണം ആളുകൾ നമ്മുടെ മേലിൽ ചവിട്ടി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രൗഡുകളിലേക്ക് പോകുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചിട്ട് പോകാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്കായിരിക്കും നിങ്ങൾ പോകാൻ പോകുന്നത്. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയുള്ള വീഡിയോസിനായി ചാനൽ ഫോളോ ചെയ്യും.